എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. പൊതുവിൽ 10 ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനും റിവിഷനൊക്കെ വേണ്ടിയിട്ടാണ് ഡെയിലി ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ദിവസം അത് മുടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ടെസ്റ്റ് എന്ന ആ ഒരു ഹെഡിങ് അത്ര ശരിയാവുന്നില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച 2-3 ദിവസമൊക്കെ ഡെയിലി ടെസ്റ്റ് മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി മാക്സിമം ഞാനത് പ്രോംപ്റ്റായിട്ട് നടത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇത് ബേസിക്കലി ഇന്ന് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ്. കുറച്ച് കറണ്ട് അഫയേഴ്സ്, 2-3 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പകൽ സമയത്ത് ഈ പറയുന്ന ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന വാതകം ഏതാണ്? പകൽ സമയത്താണ്. സാന്തോഫിൽ എന്ന വർണ്ണകം നൽകുന്ന നിറം എന്താണ്? പൊതുവേ ഫ്രൂട്ട്സിനും സ്റ്റെമ്മിനും, അതായത് തണ്ടുകൾക്കുമൊക്കെ ഇലകൾക്കൊക്കെ വർണ്ണകങ്ങൾ ഈ പറയുന്ന ചില നിറങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ സാന്തോഫിൽ എന്ന വർണ്ണകം നൽകുന്ന നിറം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ആന്തോസയാനിൻ നൽകുന്ന നിറമെന്ത്? ആന്തോസയാനിനും വർണ്ണകമാണ്. ആന്തോസയാനിൻ നൽകുന്ന വർണ്ണം അതായത് നൽകുന്ന നിറം ഏതാണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. 4, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരെന്താണ്? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരെന്ത് എന്നാണ് ചോദിക്കുന്നത്. 5, മരച്ചീനി ആഹാര സംഭരണം നടക്കുന്നത്. മരച്ചീനിയിൽ ആഹാര സംഭരണം നടക്കുന്നത് എവിടെയാണ്? മരച്ചീനി ആക്ച്വലി എവിടെയാണ് ഈ പറയുന്ന ആഹാര സംഭരണം നടക്കുന്നത്? 5. 6, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഏതാണ്? എന്താണ്? വിച്ച് ഈസ് ദ green pigment which is used for photosynthesis, process called photosynthesis. എന്താണ്? ഏത് ഗ്രീൻ പിഗ്മെൻ്റ് ആണ്? വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇന്ധനങ്ങളിൽ നിന്നും ഊർജ്ജം പുറത്തു വരാനുള്ള കാരണം എന്താണ്? ഇന്ധനങ്ങളിൽ നിന്നും ഊർജ്ജം പുറത്തു വരാനുള്ള കാരണം, എന്ത് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്നത്? 8, ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്. 9ാമത്തെ ചോദ്യം, പ്രഥമ പ്രേംനസീർ പുരസ്കാരം ലഭിച്ചത്. പ്രഥമ പ്രേംനസീർ പുരസ്കാരം, ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. പ്രഥമ പ്രേംനസീർ പുരസ്കാരം ലഭിച്ചത് ഏത് നടനാണ്? 10, ഈയിടെ അന്തരിച്ച KV രാമനാഥൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്? ഏത് മേഖലയെ ബന്ധപ്പെട്ട ആളാണ് ഈയിടെ അന്തരിച്ച KV രാമനാഥൻ? ഇതാണ് ചോദ്യം. 10ൽ 10 മാർക്കും വാങ്ങണം. കാരണം മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി അല്ല മുഴുവനും ഈസിയാണ്. അപ്പോൾ ഉത്തരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ് അല്ലേ. സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് പുറത്തുവിടുന്ന ഏതാണ്? ഓക്സിജനാണ്. 2, സാന്തോഫിൽ എന്ന വർണ്ണകം നൽകുന്ന നിറം ഏതാണ്? യെല്ലോ കളറാണ് സാന്തോഫിൽ എന്ന വർണ്ണകം നൽകുന്നത്. ആന്തോസയാനിൻ, സാധാരണ അതിൽ വർണ്ണകങ്ങൾ ഈ പറയുന്ന ഫ്രൂട്ട്സ്, സ്റ്റെം, അതുപോലെ തന്നെ ലീവ്സിനൊക്കെ കളർ പിഗ്മെൻറ്റേഷൻസ് നൽകാറുണ്ട്. അപ്പോൾ ആന്തോസയാനിൻ എന്ന് പറഞ്ഞ വർണ്ണകം ഏത് നിറമാണ് നൽകുന്നത്? റെഡാണ്. ആന്തോസയാനിൻ റെഡ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരെന്ത്? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേര് എപ്പിഫൈറ്റ്സ് എന്നാണ്. എപ്പിഫൈറ്റ്സ്. മരച്ചീനി, ഈ ആഹാര സംഭരണം നടക്കുന്നത് റൂട്ടിലാണ് അഥവാ വേരിലാണ് മരച്ചീനിയിൽ ഈ പറയുന്ന ആഹാര സംഭരണം നടക്കുന്നത്. 6, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഏതാണ്? വിച്ച് ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്? എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ. ക്ലോറോഫില്ലാണ് ഈ പറയുന്ന വർണ്ണവസ്തു. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരാനുള്ള കാരണം എന്താണ്? കമ്പഷൻ, ജ്വലനമാണല്ലേ. ജ്വലനമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരാനുള്ള കാരണം. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14-നാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. പ്രഥമ പ്രേംനസീർ പുരസ്കാരം ലഭിച്ചത് മധുവിനാണ്. നടൻ മധുവിനാണ്. ഈയിടെ അന്തരിച്ച KV രാമനാഥൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്? ബാലസാഹിത്യകാരനാണ് ഈയിടെ അന്തരിച്ച KV രാമനാഥൻ. അപ്പോൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. കട്ട് ഓഫ് 10 തന്നെയാണ്. ഒരു ചോദ്യം പോലും എനിക്ക് തോന്നുന്നില്ല ടഫായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സയൻസിലെ ഏറ്റവും ബേസിക് ചോദ്യമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും 10 മാർക്ക് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈ, ടേക്ക് കെയർ.